പാർട്ടി കൃത്യമായിട്ടും DCC അത് സംബന്ധിച്ച് അന്വേഷണ നടപടി ഉണ്ടാവും. പരസ്പരം ദൃശ്യങ്ങൾ പുറത്തു വന്നു. അത് ഞാൻ പറഞ്ഞല്ലോ, ഇത് ഞാൻ നേരിട്ട് കണ്ടില്ല, ഇപ്പോൾ ഇവിടെ പറഞ്ഞ് കേട്ടതാണ്. അത്തരത്തിൽ സംഘർഷങ്ങൾ ഇവിടെ വളരെ സ്മൂത്തായി കാസർഗോഡ് സ്ഥാനാർത്ഥി നിർണ്ണയം ഏകദേശം 95% പൂർത്തിയായി കഴിഞ്ഞു. അപ്പോൾ അത് ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാവും. അപ്പോൾ ഏത് സാഹചര്യത്തിലാണ് ഇത്തരം ഉണ്ടായതെന്ന് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അന്വേഷിച്ച് അത് സംബന്ധിച്ച റിപ്പോർട്ട് നൽകും. നമ്മൾ ആദ്യം കണ്ട തല്ല് പിള്ളേര് തല്ലല്ല, യൂത്തന്മാർ പോലുമല്ല, കോൺഗ്രസിലെ മൂത്തന്മാരുടെ മുതുക്കൻ തല്ലാണ്. കാസർഗോഡ് DCCയിലെ തമ്മിൽ തല്ലാണ് ലൈവായി നാട് കണ്ടത്. അതും KPCC ഭാരവാഹി ചർച്ച നടത്തുന്നതിന് സമീപം. ചർച്ച മതിയാക്കി ലിജുവിന് ഓടേണ്ടി വന്നു എന്നാണ് നാട്ടു സംസാരം. ഉത്തര ദക്ഷിണ വ്യത്യാസമില്ലാതെ സീറ്റിനും സ്ഥാനാർത്ഥിത്വത്തിനുമായി UDFൽ തമ്മിൽ തല്ലാണ്, പ്രത്യേകിച്ച് കോൺഗ്രസിൽ. ഒരു പുനഃസംഘടന പോലും മര്യാദയ്ക്ക് നടത്താനാകാത്തവർ നാഴികയ്ക്ക് 40 വട്ടം ജനാധിപത്യ പാർട്ടി എന്ന് പറയുന്നതിൻ്റെ മറുമൊഴിയാണോ ഈ തമ്മിൽ തല്ലുകൾ? ഒരു കാര്യം വ്യക്തം, അടിത്തറ പോലും ശക്തമല്ലാത്ത ജീർണിച്ച സംവിധാനമാണ് അടിത്തട്ട് മുതലേ കോൺഗ്രസ് എന്ന് കേരളത്തോട് ഒരിക്കൽ കൂടി നിങ്ങൾ കാട്ടിക്കൊടുക്കുകയാണ്. നേതൃതലത്തിലെ ഗ്രൂപ്പ് പോരും കടുംവെട്ടും മാത്രമല്ല, കോൺഗ്രസിലെ പ്രതിസന്ധി എന്ന് പറയാതെ പറയുകയാണ്. ഈ അടിമുടി ചിതലരിച്ച ആന്തരിക സംവിധാനങ്ങളുമായാണോ നിങ്ങൾ നാട് ഭരിക്കാനിറങ്ങുന്നതെന്ന് കോൺഗ്രസിനോട് ആരെങ്കിലും ആരാഞ്ഞാൽ കുറ്റം പറയാനാകുമോ? തിരുവനന്തപുരത്ത് കോൺഗ്രസിലെ റിബലും കൂട്ടരാജിയും. സ്ത്രീകളോട് അപമര്യാദയായി പെരുമാറിയ ആളെ സ്ഥാനാർത്ഥിയാക്കുന്നു. പരാതി നൽകിയ വനിതാ നേതാവിനെ പുറത്തിരുത്തുന്നു ഖദർദാരികൾ. കൊല്ലത്തും തൃശ്ശൂരിലും DCC ഓഫീസുകളിൽ ഉപരോധം. കൈപ്പത്തി ചിഹ്നമാണെന്ന് കരുതി കൈവിരൽ പോലെ വ്യത്യസ്തതയുടെ മാതൃക ഇങ്ങനെ കാട്ടണോ കോൺഗ്രസേ? കൂട്ടത്തോടെ യൂത്ത് ലീഗിലും രാജിയുണ്ട്, പടന്നയിൽ. സ്വന്തം പ്രവർത്തകരെ ആത്മഹുതിയിലേക്ക് തള്ളിവിടുന്ന BJPയും കൂട്ടരും വേറെയും. ജനങ്ങളെ അരാഷ്ട്രീയവാദികളാക്കരുതേ നിങ്ങൾ. ചർച്ച ചെയ്യാം, നാട്ടിലെന്താണ് പ്രതിപക്ഷം കാട്ടുന്ന മാതൃക?